ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ എയർ ഡ്രോപ്പ് അലൊക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ബോട്ടിൽ ഇപ്പോൾ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ എയർ ഡ്രോപ്പിനെ കുറിച്ചാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും നിങ്ങളുടെ ബോട്ടിനകത്ത് കയറി നോക്കുക, എത്രത്തോളം ടോക്കൺസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പെട്ടെന്നുള്ള അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ബോട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം എയർ ഡ്രോപ്പ് അലോക്കേഷൻ കിട്ടിയിട്ടുണ്ടെന്ന് കാണാനായിട്ട് പറ്റും. അതിൽ ടോട്ടൽ ഹാംസ്റ്റർ, അതുപോലെ തന്നെ ക്ലെയിംഡ്, നെക്സ്റ്റ് അൺലോക്ക്, അതുപോലെ തന്നെ അൺക്ലെയിംഡ് എന്ന് പറഞ്ഞിട്ട് 3 സെഷനായിട്ട് കാണാനായിട്ട് പറ്റും. ഇതിൽ നമുക്ക് അൺക്ലെയിംഡ് ആയിട്ടുള്ള ഹാംസ്റ്റർ കോമ്പാറ്റ് ടോക്കൺസ് എത്രയാണോ അത്രയും ടോക്കൺസ് ആയിരിക്കും നമുക്ക് എയർ ഡ്രോപ്പ് ആയിട്ട് കിട്ടാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ എയർ ഡ്രോപ്പ് ഇവർ നിശ്ചയിച്ചിട്ടുള്ളത് പാസീവ് ഇൻകം, അതുപോലെ തന്നെ ഏൺ ടാസ്കുകൾ, ഫ്രണ്ട്സ്, അതുപോലെ തന്നെ അച്ചീവ്മെൻറ്റ്സ്, അതുപോലെ തന്നെ കീസ് തുടങ്ങിയ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇവർ നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ടോക്കണിൻ്റെ അലോക്കേഷൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നെക്സ്റ്റ് അൺലോക്ക് എന്നുള്ള ആ ഒരു എമൗണ്ട് ആയിരിക്കും മിക്കവാറും നമുക്ക് സീസൺ 2ലേക്ക് അവർ അത് തരുമായിരിക്കും. ഇതുവരേക്കും ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ടീമിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു അനൗൺസ്മെൻറ്റുകളും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. സീസൺ 1 എത്രത്തോളം ടോക്കൺസ് ആണ് അവർ എയർ ഡ്രോപ്പായിട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് എന്ന് തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ ഇനിയും വ്യക്തത വരേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഇനിഷ്യലി എത്രത്തോളം ടോക്കൺസ് ആയിരിക്കും മാർക്കറ്റിലേക്ക് അവർ റിലീസ് ചെയ്യുന്നത് എന്ന കാര്യവും അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് കിട്ടാനായിട്ട് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വരുന്നൊരു ഡൗട്ടാണ്, ഒരു ഹാംസ്റ്റർ കോമ്പാറ്റ് ടോക്കൺ നമുക്ക് എത്രത്തോളം പ്രൈസും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാനായിട്ട് പറ്റുമെന്ന്. തീർച്ചയായിട്ടും ഇനിഷ്യലി മാർക്കറ്റിൽ എത്രത്തോളം സപ്ലൈ ആയിരിക്കും സർക്കുലേറ്റ് ആകുക എന്നതിന് ആശ്രയിച്ചിട്ടായിരിക്കും ആ ഒരു ഹാംസ്റ്റർ കോമ്പാറ്റ് ടോക്കൺ എത്രത്തോളം പ്രൈസ് വരുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും ഒരു പ്രൈസ് പ്രഡിക്ഷൻ വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമുക്ക് ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ഭാഗത്തു നിന്ന് എത്രത്തോളം പെർസെൻറ്റേജ് ആണ് അവർ എയർ ഡ്രോപ്പ് കൊടുത്തത്, അതുപോലെ തന്നെ ഇനിഷ്യൽ സർക്കുലേറ്റിംഗ് സപ്ലൈ എത്രയാണ് എന്നതിനുള്ള അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ആ ഒരു വീഡിയോ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്കൊക്കെ എത്രത്തോളം ടോക്കൺസും കാര്യങ്ങളൊക്കെയാണ് അലോക്കേഷൻ കിട്ടിയതെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു എയർ ഡ്രോപ്പിൽ സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്ന കാര്യം കൂടെ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കാം. നിങ്ങൾ നിങ്ങളുടെ വിഡ്രോവൽ മെത്തേഡുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വിഡ്രോവൽ മെത്തേഡിൻ്റെ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ടോക്കൺസ് ആണ് കിട്ടാനായിട്ട് പോകുന്നതെന്ന് അവിടെയും കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അൺക്ലെയിംഡ് ടോക്കൺസ് എത്രയാണോ അത്രയും ടോക്കൺസ് ആയിരിക്കും നമുക്ക് ലിസ്റ്റ് ആവുമ്പോൾ നമ്മുടെ എക്സ്ചേഞ്ചിൽ അല്ലെങ്കിൽ വാലറ്റിൽ കിട്ടാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ പ്രീ മാർക്കറ്റിലെ പ്രൈസ് നോക്കുകയാണെങ്കിൽ പല പ്രീ മാർക്കറ്റുകളിലും പലതരത്തിലാണ് ഈ ഒരു ഹാംസ്റ്റർ കോമ്പാറ്റ് ടോക്കണിൻ്റെ പ്രൈസ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്ത ടൈമും അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ആ ഒരു എയർ ഡ്രോപ്പിൻ്റെ വാല്യൂവും വെച്ച് കമ്പയർ ചെയ്തിട്ട് വേണം നമ്മൾ ഇനി നെക്സ്റ്റ് സീസൺ കളിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം കൂടെ തീരുമാനിക്കുന്നത്. തീർച്ചയായിട്ടും ഈ കമ്മ്യൂണിറ്റീൻ്റെ മൊത്തത്തിലുള്ളൊരു സെൻറ്റിമെൻറ്റ്സ് തന്നെ നമ്മുടെ ഈ ഒരു ടോക്കണിൻ്റെ പ്രൈസിനെ ബാധിക്കാനുള്ള നല്ല രീതിയിലേക്കൊരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത്രയധികം യൂസേഴ്സ് കൂടുതലായതും കൊണ്ട് തന്നെ നമുക്ക് ഒരു ആവറേജ് യൂസറിന് കിട്ടുന്ന എയർ ഡ്രോപ്പ് അലോക്കേഷൻ കുറവായിരിക്കും എന്ന് നമ്മൾ വളരെയധികം കാലങ്ങൾക്ക് മുന്നേ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം കൂടിയാണ്. തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റീൻ്റെ സെൻറ്റിമെൻറ്റ്സ് വളരെ നെഗറ്റീവ് ആണെങ്കിൽ അത് ഈ ഒരു ഹാംസ്റ്റർ ടോക്കണിൻ്റെ പ്രൈസിനെയും നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള ഒരു സാധ്യതയും കൂടുതലാണ്. കാരണം റീസെൻ്റ്ലി ലോഞ്ച്ഡ് ആയിട്ടുള്ള കാറ്റിസൺ എയർ ഡ്രോപ്പ് വളരെ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും വളരെ താഴ്ന്ന പ്രൈസിലാണ് ലിസ്റ്റിംഗ് നടന്നിട്ടുള്ളത്. കാരണം കമ്മ്യൂണിറ്റി സെൻറ്റിമെൻറ്റ്സ് ആ ഒരു പ്രൊജക്റ്റിന് വളരെയധികം നെഗറ്റീവായിട്ട് ബാധിച്ചു എന്ന് നമുക്ക് മനസ്സിലായതാണ്. അതുപോലെ തന്നെ നമുക്കെന്തായാലും ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഫർദർ അപ്ഡേറ്റുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്തായാലും അവർ ഉടനെ തന്നെ ഇനീഷ്യൽ സർക്കുലേറ്റിംഗ് സപ്ലൈയും കാര്യങ്ങളൊക്കെ എത്രയാണെന്ന് അനൗൺസ് ചെയ്യുമായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു മാർക്കറ്റ് ക്യാപ്പൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു പ്രൈസ് പ്രഡിക്ഷൻ വീഡിയോയും കൂടെ ചെയ്യാം. അപ്പം അത് വേണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അപ്പോൾ ഗൈസ്, തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു എയർ ഡ്രോപ്പിൽ ഹാപ്പിയാണോ അല്ലയോ എന്നും കൂടെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള എല്ലാവിധ അപ്ഡേറ്റുകളും നമ്മൾ ടെലഗ്രാമിലായിരിക്കും ആദ്യം ഇടുന്നത്. അതുകൊണ്ട് തന്നെ ടെലഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.